വിശദമായ വാർത്തകളിലേക്ക്. അങ്കണവാടി മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിനിടെ കുട്ടികൾക്കടുത്തേക്ക് കാട്ടാന ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർക്ക് നേരെയും പാഞ്ഞെടുത്തു. പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്നും ഇനി എന്തു ധൈര്യത്തിൽ കുട്ടികളെ അങ്കണവാടിയിലാക്കുമെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാട്ടാനയുടെ വരവോടെ പോത്തുകല്ലിലെ അപ്പൻകാപ്പ് നഗർ നിവാസികൾ ഭീതിയിലാണ്. വെറുതെ അതിലാണ് മണ്ടി വന്നതെന്നുള്ളൂ. എല്ലാ നാട്ടിലും കാണട്ടെ. ഇത് പട്ടപ്പാല ഉച്ചക്കറി ആന മണ്ടി വന്നത്. കാട്ടാന കുട്ടികളുടെ കളിമുറ്റത്തും വീട്ടുമുറ്റത്തും എത്തിയതോടെ പോത്തുകല്ലിലെ അപ്പൻകാപ്പ് കോളനിയിലുള്ളവർ ഭീതിയിലാണ്. നീർപ്പുഴ മുറിച്ചു കടന്നെത്തിയ ആന ആദിവാസി ഊരിലെ അങ്കണവാടിയുടെ മുറ്റത്തേക്കും എത്തി. ആനയെ കണ്ട് അങ്കണവാടിയിലെ കുരുന്നുകളും ഭയചകിതരായി. കുട്ടികളെ ഉടൻ അങ്കണവാടിക്കുള്ളിലാക്കി സുരക്ഷിതരാക്കി. തുടർന്ന് വീടുകളുടെ പരിസരത്തേക്കെത്തിയ ആനയെ ഒച്ചവച്ചും മറ്റും പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോൾ ആന ആളുകൾക്ക് നേരെ തിരിഞ്ഞു. നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലുമായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു കാട്ടാനയുടെ വരവ്. 120-ൽ പരം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്നും കുട്ടികളെ എങ്ങനെ അങ്കണവാടിയിൽ വിടുമെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. 11:30 അങ്കണവാടി എന്ന കുട്ടികളെ ആർക്കല് കേട്ടിട്ടാണ് ഞാൻ ഓടിപ്പോണത്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ചെറിയ പേരക്കുട്ടി ഉണ്ട്, മോന്റെ കുട്ടി, അവൻ അങ്കണവാടിയിലായിരുന്നു. അങ്കണവാടിയിൽ നിന്ന് വരുന്നുണ്ട്, അവന്റെ സൗണ്ട് കേട്ട് ഞാനും കുറച്ച് അങ്ങ് പോയി. അപ്പൊ ഈ കുട്ടികൾ ഓടിങ്ങനെ വരുന്ന കൂട്ടത്തു കൂടെ വെക്കുണ്ട്. ആനന്റെ കൈ ഇങ്ങനെ തുമ്പി, അപ്പൊ എന്റെ കയ്യും കാലം ആകെ വറച്ചിട്ടുണ്ട്. അപ്പൊ ആനന്ദ ഭാഗ്യത്തിന് നേരെ അങ്ങോട്ട് അപ്പുറത്തു കൂടെ തിരിഞ്ഞു. മിറ്റടിച്ച് നിന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കയറി കഴിഞ്ഞപ്പോ ആന വന്നാണ്ട് നോക്കി നിൽക്കുക. അതിൽ ഞാനും കുറെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ടീച്ചറേയും കുട്ടികളൊക്കെ അകത്തുനിന്ന് കൂട്ടിക്കൊടുന്നു. കുട്ടികളൊക്കെ അകത്ത് തന്നെയാണ്. വിവരമറിഞ്ഞ് പോത്തുകൽ സ്റ്റേഷനിൽ നിന്ന് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ആന ഉൾക്കാട്ടിലേക്ക് കയറാതെ വനാതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണെന്ന് വാർഡംഗം PN കവിതയും പറഞ്ഞു. അപ്പൻകാപ്പ് നഗർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു നഗറാണ്. ഇവിടെ ഏകദേശം 123ഓളം കുടുംബങ്ങളാണ്. 680ഓളം പോപ്പുലേഷനുള്ള ഒരു ട്രൈബൽ നഗറാണിത്. ഇവിടെ ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന അംഗൻവാടി ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 11:30യോട് കൂടിയാണ് ആന ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ സാധാരണ ആന ഇറങ്ങാറുണ്ട്. ആന ശല്യം നേരിടുന്നൊരു നഗർ തന്നെയാണ്. പക്ഷെ അത് വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് ശേഷമുള്ള സമയങ്ങളിലായിരുന്നു. പക്ഷെ ഇത് ഇത്ര പകൽ വെളിച്ചത്തിൽ ഒരു 11:30-12 ആ സമയത്ത് ആദ്യമായിട്ടാണ് ഇത്. ഇവരെ സംബന്ധിച്ച്, നമ്മുടെ ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു ഭയാനകമായ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഇന്ന് 11 മണിക്കാണ് അംഗനവാടിന്റെ അതിലെ ആന വന്ന് കുട്ടികളെ ഓടിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടി സംഭവിക്കുകയാണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തിനോടാണ് നന്ദി പറയണത്. കാരണം ആ വരവ് ഇതിലെ നേരെ പോയിരുന്നെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ്. ഒരു വലിയ എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. കൂടുതൽ ആളുകൾ എത്തി ബഹളം വെച്ചും മറ്റും 1 മണിക്കൂറിന് ശേഷമാണ് ആനയെ കാട്ടിലേക്ക് കയറ്റാനായത്. ആന പരിസരം വിട്ട് ദൂരെ പോകാത്തതിനാൽ ആദിവാസി കുടുംബങ്ങൾ ഭീതിയിലാണ്. ആനകളെ പ്രതിരോധിക്കാൻ കരിങ്കൽ ഭിത്തി തകർന്നത് പുനർനിർമ്മിക്കുകയും തൂക്കുവേലി സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ, നിലമ്പൂർ.